morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മുടെ ഇഡ്ഡലി ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാക്കി വന്ന ഇഡ്ഡലി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ലെഫ്റ്റ് ഓവർ ഇഡ്ലി ഉപ്മ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബാക്കി വന്ന ഇഡ്ഡലി ഉപയോഗിച്ച് ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കിക്കോളൂ. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ എന്തായാലും ബാക്കി വന്ന ഇഡ്ഡലി നിങ്ങളിനി ആവി കയറ്റി എടുത്തിട്ട് വീണ്ടും ഇഡ്ഡലിയായിട്ട് തന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ റെസിപ്പികളൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചില്ലി ഇഡ്ഡലി ആയിട്ട് ഉപയോഗിക്കുക. ചില്ലി ഇഡ്ഡലിയുടെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നീതാസ് ടേസ്റ്റ്ലാൻഡ് ചില്ലി ഇഡ്ഡലി എന്ന് പറഞ്ഞ റെസിപ്പി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ബാക്കി വന്ന ഇഡ്ഡലി ഇനി ഉപേക്ഷിക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇഡ്ഡലി ഉപ്മ റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 5 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണം മതി. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 3 എണ്ണം എടുക്കാം കേട്ടോ. അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലിയുടെ അളവ് കുറവായതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ മതി. തേങ്ങ ചേർക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ ഒരു ഉപ്മാവിൽ തേങ്ങ ചേർത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയല്ലേ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ചേർത്തിട്ടല്ല നമ്മൾ ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കുന്നത്. വെള്ളമൊന്നും ഒട്ടും ആഡ് ചെയ്യില്ല. അപ്പോൾ ഈ ഇഡ്ഡലി ഒന്ന് സോഫ്റ്റായി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലി കൈകൊണ്ട് പൊടിച്ചെടുത്താൽ പൊടിഞ്ഞ് കിട്ടും. പക്ഷേ ഇഡ്ഡലി ഒന്ന് സോഫ്റ്റായി ഇഡ്ഡലിയിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം. ഒരു ഇളം ചൂടുവെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളം, നമ്മൾ കൈയിട്ടാൽ കൈ പൊള്ളാത്ത പാകത്തിലുള്ള ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളമാണ്, നല്ല ചൂടുവെള്ളമല്ല. അതുപോലെ തന്നെ വേറൊരു ബൗളെടുത്ത് അടുത്ത് വയ്ക്കുക. നമ്മുടെ ഇഡ്ഡലി ഒന്ന് ഈ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഒരു 2-3 സെക്കൻഡ്, അധികം സമയം വേണ്ട, 2-3 സെക്കൻഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് പിടിക്കുക. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് പിടിക്കുക. ഇനി നമുക്കിത് എടുത്തിട്ട് ഒന്ന് പതുക്കെ പ്രസ് ചെയ്യുക. ഈ ഇഡ്ഡലി വെള്ളം അബ്സോർബ് ചെയ്തത് ഒന്ന് പോവാനാണ്. ഇനി നമുക്കിത് പൊടിച്ച് ഇതുപോലെ ബൗളിലേക്ക് ആക്കുക. ഇതുപോലെ എല്ലാം നമുക്ക് ഇഡ്ഡലിയും വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക 2-3 സെക്കൻഡ്. അതിനുശേഷം പൊടിച്ച് ബൗളിലേക്ക് ആക്കുക. നന്നായിട്ട് പൊടിയേണ്ട, ചെറിയ പീസുകളൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഞാൻ എല്ലാ ഇഡ്ഡലിയും പൊടിച്ച് ഇതുപോലെ ആക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മുഴുവൻ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ മതി. നമ്മുടെ സവോള ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട്. ഉഴുന്ന് ബോളായാലും ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല, രണ്ടിലേതായാലും ചേർക്കാം. ഈ ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ സവോളയും പച്ചമുളകും കട്ട് ചെയ്തത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഇഡ്ഡലിക്ക് ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മാത്രം ഇതിലേക്ക് ചേർക്കുക, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇനി ഞാൻ ഉപ്പ് ചേർക്കാൻ പോവാണ്. സവോളയ്ക്കും തേങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പില.
ഇനി സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട. ബ്രൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്മാവിൻ്റെ കളർ തന്നെ മാറിപ്പോവും. ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒരു 2-2.5 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. വലിയ ബർണറിലല്ല കേട്ടോ, നമ്മൾ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ബർണറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ചെറിയ ബർണറിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2.5 മിനിറ്റോളം വലിയ ബർണറിലാണെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ചെറിയ ബർണറിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി, ഇനി കളർ മാറിപ്പോകണ്ട. ഈ സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്മാവിന് കുറച്ചുകൂടി നല്ല കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ഭംഗിയുള്ള കളറാണല്ലോ. മഞ്ഞ കളറും കൂടി കിട്ടുമ്പോൾ നമ്മുടെ ഉപ്മാവ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലൊരു താല്പര്യം ഉണ്ടാവും. കാണാൻ ഭംഗിയും അതുപോലെ തന്നെ ആ ഒരു സാധാരണ ഉപ്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കളറായിരിക്കും. താല്പര്യമില്ലെങ്കിൽ നമുക്ക് തേങ്ങ മാത്രം ചേർത്തിട്ട് ഇളക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാൻ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒരു 1/2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. നമ്മൾ വീണ്ടും വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ ചേർത്ത 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ലൊന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മളിനി ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതുണ്ടല്ലോ, ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയ്ക്കുള്ള ഉപ്പൊക്കെ നമ്മൾ ആദ്യമേ ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങയും കൂടി ഒന്ന് കുക്കായി തുടങ്ങണം, ഒരുപാട് അങ്ങോട്ട് കുക്കാവണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കളർഫുൾ ആവും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, മഞ്ഞൾപ്പൊടി ആവശ്യമില്ല. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ക്യാരറ്റ് കറക്റ്റായിട്ട് കുക്കായി കിട്ടുക. ഇനി ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ചേർക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി അല്ലേ? ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ആ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ യെല്ലോയും വൈറ്റും മിക്സായി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറും കിട്ടും. നമുക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയും വരും. ഇതുപോലെ നല്ലൊരു മിക്സ് ആയിട്ടുള്ള കളർ വരുമ്പോൾ ബിരിയാണിയുടെയൊക്കെ ആ ഒരു കളറ് മിക്സായി വരുന്നത് പോലെ നമ്മുടെ ഇഡ്ഡലിയിലേക്ക് ആ ഒരു കളറൊക്കെ മിക്സായി വരും. കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കരുത്, ഇതുപോലെ മിക്സായി നിൽക്കണം നമ്മുടെ മഞ്ഞ കളറും വൈറ്റ് കളറും ഒരുമിച്ച്. ഇതൊന്നിനി ചൂടായി വരണം, അത്രയേ ഉള്ളൂ. ഫ്ലെയിം അധികം കൂട്ടി വയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൂടോടുകൂടി തന്നെ കഴിക്കുക. ചൂട് മാറിയിട്ട് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നല്ല ചൂടോടുകൂടി ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിലും അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ബാക്കി വന്ന ഇഡ്ഡലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ദിവസം വീണ്ടും ആവി കയറ്റി എടുക്കുന്നതിനേക്കാൾ നിങ്ങളിതുപോലെ വേറൊരു ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കൂ. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ബാക്കി വന്ന ഇഡ്ഡലി ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ചെയ്യാറുണ്ട്, നമ്മുടെ ചില്ലി ഇഡ്ഡലി അല്ലാതെ വേറെ എന്തെങ്കിലും റെസിപ്പികളൊക്കെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചില്ലി ഇഡ്ഡലിയുടെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ചൂടോടുകൂടി നമുക്ക് ഇഡ്ഡലി ഉപ്മാവ് കഴിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.